അങ്ങനെ എല്ലാവരും കാത്തിരുന്ന വിവാദ താരം രേണുസുതി ബിഗ് ബോസിനകത്തേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും രേണുസുതിയുടെ ആ ഒരു ചങ്കൂറ്റം സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം. കാരണം അത്രയ്ക്കും നെഗറ്റീവായിട്ട് നിൽക്കുമ്പോൾ ഇതേപോലെയുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ വന്നു നിന്ന് കോൺഫിഡൻറ്റോട് കൂടി സംസാരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. കാരണം അത്രയ്ക്ക് വിമർശനം പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ കേൾക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഈ ഒരു കഴിഞ്ഞൊരു 2-3 മാസത്തിനിടയിൽ രേണുസുതി കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുമ്പോൾ രേണുസുതി പറയുന്നത്, എനിക്ക് എൻ്റേതായ ശരികളുണ്ട്, ആ ശരിയിൽ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. അപ്പോൾ ലാലേട്ടെ വേണ്ടത്ര കോൺഫിഡൻസ് ഒക്കെ കൊടുത്തിട്ടാണ് ഉള്ളിലേക്ക് കയറ്റി വിടുന്നത്. ആ ഒരു സ്റ്റേജിലേക്ക് വന്നപ്പോൾ തന്നെ രേണുസുതി പറയുന്നുണ്ട്, ഒരു പെട്ടി ഉണ്ടായിരുന്നു, സുധിച്ചേട്ടൻ കൊടുത്ത ഒരു എവിടെയും പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഒരു പെട്ടി, ആ ഒരു പെട്ടിയൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഈ ഷോയിലേക്ക് വന്നത്. സുധിച്ചേട്ടൻ്റെ അനുഗ്രഹം ഉണ്ടാവും. അതുമാത്രമല്ല, ആ ഒരു ഷോയിലേക്ക് ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെ സുധിച്ചേട്ട കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടൊക്കെയാണ് ഉള്ളിലോട്ടേക്ക് കയറിയത്. എന്തായാലും ഫൈനലി എത്തിയല്ലേ എന്ന് ചോദിച്ചിട്ട് അവിടെയുള്ള പലരും ഒരു തമാശ രൂപത്തിൽ രേണുസുതി ആ ഒരു ഹൗസിലേക്ക് കയറിയപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സീസണിൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വ്യക്തി തന്നെയാണ് രേണുസുതി. ആ ഒരു കോൺഫിഡൻസ് ലെവൽ സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം.